പിരിഞ്ഞനം RMVHS സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥിനിയുടെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ സമർപ്പണം നടന്നു. സ്കൂളിലെ പുതിയ ഓഡിറ്റോറിയത്തിന്റെ സമർപ്പണവും ഇതോടനുബന്ധിച്ച് നടന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓൺലൈനായി വീടിന്റെ താക്കോൽദാനവും ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. ET ടൈസൺ MLA അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KA കരീം, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, സായിദ മുത്തുക്കോയ തങ്ങൾ, RMVHS സ്കൂൾ കറസ്പോണ്ടന്റ് ഫാത്തിമ മോഹൻ, NSSVHS സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ P രഞ്ജിത്ത, PTA പ്രസിഡന്റ് ജയശ്രീ, വൈസ് പ്രസിഡന്റ് KK നാസർ, MPTA പ്രസിഡന്റ് അഷിത, NSS റീജിയണൽ കോർഡിനേറ്റർ M പ്രീത, ജില്ലാ കോർഡിനേറ്റർ TV സതീഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ M സ്മിത, മാനേജ്മെന്റ് പ്രതിനിധി സുബ്രഹ്മണ്യൻ, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ AD ദിതി, പ്രധാനാധ്യാപിക B ബീബ, LP വിഭാഗം പ്രധാനാധ്യാപിക ഇന്ദുകല, VHSE വിഭാഗം OSA പ്രസിഡന്റ് UB ബിനീഷ്, NSS പ്രോഗ്രാം ഓഫീസർ CG ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹനായ പൂർവ്വ വിദ്യാർത്ഥി കാട്ടൂർ SHO ER ബൈജു, സംസ്ഥാന സ്കൂൾ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായ സഫ്വാൻ ബിൻ സലീം, ജില്ലാതല സ്വാതന്ത്ര്യദിന ബാൻഡ് മേള മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ സ്കൂൾ NSS ബാൻഡ് സംഘം, NSS മുൻ പ്രോഗ്രാം ഓഫീസർ GS അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിഞ്ഞനം നാഷണൽ സ്കീം യൂണിറ്റിന്റെ ചടങ്ങാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കണമെന്ന ആശയത്തിന് തുടക്കം കുറിച്ചത് ഗാന്ധിജിയാണ്. വിദ്യാർത്ഥികൾ പഠിക്കുന്നതോടൊപ്പം അവരുടെ സാമൂഹ്യമായ ഉത്തരവാദിത്തങ്ങൾ വിസ്മരിക്കാൻ പാടില്ലെന്ന് അദ്ദേഹം ഓർമ്മിച്ചിരുന്നു. മറിച്ച് സാധാരണ ജനങ്ങൾക്ക് ശക്തി പകരാനുള്ള തയ്യാറെടുപ്പുമായി വേണം വിദ്യാഭ്യാസത്തെ കാണേണ്ടത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അത് ചെയ്യുന്ന പ്രദേശവുമായി സജീവവും ക്രിയാത്മകമായ ബന്ധം ഉണ്ടാവണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചു. സെപ്റ്റംബർ 24 നാഷണൽ സർവീസ് സ്കീം ദിനമാണ്. വളർന്നുവരുന്ന ഓരോ തലമുറയെയും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കുന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് നാഷണൽ സർവീസ് സ്കീം. ഞാൻ എന്ന ചിന്തയിൽ നിന്ന് നിസ്വാർത്ഥമായ നമ്മൾ എന്ന ചിന്തയിലേക്കും ഐക്യത്തിലേക്കും വെളിച്ചം വീശുക എന്നതാണ് ഓരോ NSS വളണ്ടിയർമാരുടെയും ലക്ഷ്യം. NSS വിദ്യാർത്ഥികൾക്ക് പഠിക്കലിന് അപ്പുറത്തേക്ക് മാനുഷികമായിട്ടുള്ള തലം നിന്ന് നന്നായി ഓർമ്മിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള വീട് നിർമ്മാണ പ്രക്രിയയെ സംബന്ധിച്ചുള്ള വളരെ വിശദമായി സംസാരിച്ചു. ഷാൻവാസുവിലേക്ക് കൂടി എല്ലാവർക്കും എഴുതിയാലും ഓർമ്മിക്കാൻ ആദരാഞ്ജലി അർപ്പിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുക. ഒരു ജന്മം പലപ്പോഴും അങ്ങനെയാണ് അല്ലെ, മരണം എന്ന് പറയുന്ന എല്ലാവർക്കും ഉറപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ആ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. എത്രത്തോളം ജീവിച്ചു എന്നുള്ളതും പ്രധാനപ്പെട്ടതല്ല, ഉള്ള സമയത്ത് എന്ത് ചെയ്തു എന്നതാണ്. തീർച്ചയായും നല്ല പോലെ നന്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് കരുത്ത് നൽകുന്ന ഒരു അധ്യാപകനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ആ അധ്യാപകൻ ആഗ്രഹിച്ചൊരു പരിപാടിയാണ് ഇവിടെ നമ്മൾ താക്കോൽദാനത്തിലൂടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. ഒരു വീടുണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ വലിയ സ്വപ്നമാണ്. വീട്ടില്ലാത്തവർക്കുള്ള അതിന്റെ പ്രശ്നമാണ്. നമ്മളെ പോലെ ചിലപ്പോൾ അത്യാവശ്യത്തിന് വീടുകളോട് കൂടുതൽ പ്രാധാന്യമൊന്നും വലിയ ഗൗരവപ്പെടാത്തതിലുണ്ടാവില്ല. ഷടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീട്, ഒരു ഭവനം ഉണ്ടാവണം. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ നയിക്കുന്ന പദ്ധതിയും മറ്റു പല പദ്ധതികളും ഇപ്പോഴാണെങ്കിലും നാട്ടുകാരാണെങ്കിൽ നന്നായി ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനം